Good morning. Current affairs. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റ് അഭിനന്ദൻ വർത്തമാൻ തിരികെ ഇന്ത്യയിലേക്ക് വന്നതാണ്. പാകിസ്ഥാൻ അദ്ദേഹത്തിന് തിരികെ ഇന്ത്യയിൽ എത്തിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ്. അതിൽ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞ് എഴുതിയെടുക്കാനൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ന്യൂസ്, പക്ഷെ നമുക്ക് ഇത്രയും മതി. അതുപോലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് OIC മീറ്റിംഗ് ആണ്. OIC മീറ്റിംഗ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ മീറ്റിംഗ് അബുദാബിയിൽ വെച്ച് ഇപ്പം നടന്നു. UAE അബുദാബിയിൽ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട്, OICയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് സുഷമ സ്വരാജ് ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്ന് ഒരു റെപ്രസെന്റേറ്റീവ് ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് OIC ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അത് വളരെ വലിയൊരു ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനിൽ ഇന്ത്യയെ പങ്കെടുപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ ഇത് ബഹിഷ്കരിച്ചിട്ട് പോലും ഇന്ത്യയെ ഒഴിവാക്കണമെന്ന് ഹോസ്റ്റായ UAEയുടെ ആവശ്യപ്പെട്ടിട്ട് പോലും അവരത് തയ്യാറായില്ല എന്ന് പറഞ്ഞു. അപ്പം ഗ്രോയിങ് ബോൺഹോമി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇസ്ലാമിക് വേൾഡ്, അതാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ജിദ്ദയാണ്, സൗദി അറേബ്യയിലെ ജിദ്ദയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. പിന്നെ എടപ്പാടി പളനിസ്വാമിയുടെ ഫോട്ടോ ഉണ്ട്. എടപ്പാടി പളനിസ്വാമി തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. അത് കഴിഞ്ഞ് ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ NFAI, നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ, നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ, എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പൂനെയിലാണ് എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ NFAI. അതിന്റെ ഡയറക്ടർ പ്രകാശ് മഗ്ദം ആണ്. പ്രകാശ് മഗ്ദം, MAGDUM, പ്രകാശ് മഗ്ദം. അത്രയാണ് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തെ പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജിൽ സൈന നെഹ്വാളിനെ കുറിച്ചൊരു ഫീച്ചർ ഉണ്ട്. സൈന നെഹ്വാൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ വിന്നറായ ബാഡ്മിന്റൺ പ്ലെയർ ആണ്. വേൾഡ് നമ്പർ 9 പ്ലെയർ ആണ്. വേൾഡ് നമ്പർ 9 ആണ് സൈന നെഹ്വാൾ. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജിൽ ഗഗൻജീത് ഭുള്ളാറിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഗഗൻജീത് ഭുള്ളാർ, BHULLAR, ഗഗൻജീത് ഭുള്ളാർ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഗോൾഫ് പ്ലെയർ ആണ് ഗഗൻജീത് ഭുള്ളാർ. അതുപോലെ സൗരവ് ഘോസലിന്റെ പേരുമുണ്ട്. സൗരവ് ഘോസൽ ഇന്ത്യയുടെ നമ്പർ 1 സ്ക്വാഷ് പ്ലെയർ ആണ്. സൗരവ് ഘോസൽ ഇന്ത്യയുടെ നമ്പർ 1 സ്ക്വാഷ് പ്ലെയർ. അത് കഴിഞ്ഞ് അതിനും അകത്തെ പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജിൽ പിന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 1 ഡേ ക്രിക്കറ്റ് സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പക്ഷെ അതൊന്നും എഴുതിയെടുക്കാനില്ല. ഇനി നമുക്ക് അതിന് അടുത്ത ബിസിനസ് പേജിലേക്ക് പോവാം. 16th പേജ്, 16ാമത് പേജില് ഡേവിഡ് റസ്ക്യുൻഹയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഡേവിഡ് റസ്ക്യുൻഹ, RASQUINHA, ഡേവിഡ് റസ്ക്യുൻഹ എക്സിം ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എന്ന് പറയുന്ന ഇന്ത്യയുടെ ബാങ്കാണ് എക്സിം ബാങ്ക്. അതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഡേവിഡ് റസ്ക്യുൻഹ. അതുപോലെ NIIF, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സോവറിൻ ഫണ്ടാണ് NIIF. അതിന്റെ എക്സ്പാൻഷൻ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നുള്ളതാണ്. നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കമ്പനിയാണ് നാൽക്കോയുടെ എക്സ്പാൻഷൻ നാഷണൽ അലൂമിനിയം കമ്പനി എന്നാണ്. നാൽക്കോയുടെ എക്സ്പാൻഷൻ നാഷണൽ അലൂമിനിയം കമ്പനി എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാക്സി അഗ്രിഗേറ്റർ കമ്പനിയായ ഓലയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാക്സി സർവീസ് പ്രൊവൈഡർ ആണ് ഓലയുടെ CEO ഭവിഷ് അഗർവാൾ ആണ്. BHAVISH, ഭവിഷ് അഗർവാൾ. അത് കഴിഞ്ഞ് അതിനടുത്ത പേജ്, ബിസിനസ് പേജ് 15th പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൈവറ്റ് ഇൻഡെക്സ് ഉണ്ട്. ആ പ്രൈവറ്റ് ഇൻഡെക്സിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ ആ പ്രൈവറ്റ് ഇൻഡെക്സ് മന്ത്ലി ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടറിലെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ആ പ്രൈവറ്റ് ഇൻഡെക്സിന്റെ പേരാണ് ദ നിക്കി ഇന്ത്യ മാനുഫാക്ചറിംഗ്, ദ നിക്കി ഇന്ത്യ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ദ നിക്കി ഇന്ത്യ, നിക്കി NIKKEA, നിക്കി ഇന്ത്യ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്, PMI എന്ന് ഷോർട്ട് ഫോമിൽ പറയും, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അതുപോലെ ബാങ്ക് ഓഫ് ബറോഡയുടെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ട് ഫോമർ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആയ ഹസ്മുഖ് ആധിയ അപ്പോയിന്റഡ് ആയി. ഹസ്മുഖ്, HASMUKH, ഹസ്മുഖ് ആധിയ, AADHIA, ഹസ്മുഖ് ആധിയ ആണ് ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ
നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ. ബാങ്ക് ഓഫ് ബറോഡ എസ്പെഷ്യലി ഒരു മെർജർ ബാങ്ക് ഓഫ് ബറോഡയായിട്ട് വേറെ 2 ബാങ്കുകളുടെ മെർജർ വരികയാണ്, വിജയ ബാങ്കിന്റെയും ദേന ബാങ്കിന്റെയും. ആ സമയത്താണ് ഈ അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്റർനാഷണൽ പേജിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ന്യൂസാണ് ഏറ്റവും വലിയ ന്യൂസ് ആയിട്ടുള്ളത്. 14th പേജിൽ സൗത്ത് കൊറിയ ടു ഹെൽപ്പ് US ആൻഡ് നോർത്ത് കൊറിയ ടു റീച്ച് എ ഡീൽ. സൗത്ത് കൊറിയ ടു ഹെൽപ്പ് US ആൻഡ് നോർത്ത് കൊറിയ ടു റീച്ച് എ ഡീൽ. We all know that day before yesterday there was a meeting between United States of America President Donald Trump and North Korean President Kim Jong-un. And our meeting in the agenda was to denuclearize North Korea, but that meeting failed. ആ മീറ്റിംഗ് ഫെയിൽ ആവാനുള്ള കാരണം എന്ന് വെച്ചാല് US-ന്റെ പിന്നീട് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നോർത്ത് കൊറിയ US അവരുടെ മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാങ്ഷൻസ് എല്ലാം ലിഫ്റ്റ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിന് US തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഈ മീറ്റിംഗ് കൊളാപ്സ് ആയത്. അപ്പൊ സൗത്ത് കൊറിയ ഇപ്പൊ വന്നിരിക്കുകയാണത്. സൗത്ത് കൊറിയ നോർത്ത് കൊറിയയുടെ നെയ്ബറാണ്. നോർത്ത് കൊറിയയായിട്ട് വലിയ പ്രോബ്ലം നിലനിന്നിരുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് മൂൺ ജെ ഇൻ പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. നോർത്ത് കൊറിയയും അമേരിക്കയും തമ്മിൽ ഒരു ന്യൂക്ലിയർ അഗ്രിമെന്റിൽ റീച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ മീഡിയേറ്റർ ആവാൻ ഞങ്ങൾ റെഡിയാണെന്ന് സൗത്ത് കൊറിയ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ സാദിഖ് ഖാന്റെ ഒരു ഫോട്ടോ ഉണ്ട്. സാദിഖ് SADIQ സാദിഖ് ഖാൻ പാകിസ്ഥാനി ഒറിജിൻ ആയിട്ടുള്ള ലണ്ടനിലെ മേയറാണ്. ലണ്ടന്റെ മേയർ ആകുന്ന ആദ്യ മുസ്ലിം എന്ന പ്രത്യേകതയും കൂടെ സാദിഖ് ഖാനുണ്ട്. ലണ്ടന്റെ മേയറാകുന്ന ആദ്യ മുസ്ലിമാണ്, പാകിസ്ഥാനി ഒറിജിനാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഫോട്ടോയുണ്ട്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററാണ് ബെഞ്ചമിൻ നെതന്യാഹു. സെർജി ലവറോവ് സെർജി ലവറോവ് LAVROV സെർജി ലവറോവ് ഫോറിൻ മിനിസ്റ്റർ ഓഫ് റഷ്യയുടെ ഫോറിൻ മിനിസ്റ്ററാണ് സെർജി ലവറോവ്. അതുപോലെ സുഡാന്റെ പ്രസിഡന്റിന്റെ ഫോട്ടോയുണ്ട്. സുഡാന്റെ പ്രസിഡന്റ് ഒമർ അൽ ബഷീർ ആണ്. സുഡാനിന്റെ പ്രസിഡന്റ് ഒമർ അൽ ബഷീർ, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയുണ്ട്. അതുപോലെ കാനഡയുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ ഉണ്ട്. കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആണ് ജസ്റ്റിൻ ട്രൂഡോ. TRUDEAU ജസ്റ്റിൻ ട്രൂഡോ, കനേഡിയൻ പ്രൈം മിനിസ്റ്റർ. കാനഡയുടെ റോയിട്ടേഴ്സ് എന്ന് പറയുന്ന പിന്നീട് ഏജൻസിയാണ് ഈ ഫോട്ടോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റോയിട്ടേഴ്സ് റോയിട്ടേഴ്സ് ഈസ് എ ബ്രിട്ടീഷ് ന്യൂസ് ഏജൻസി, ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസിയാണ്, ബ്രിട്ടന്റേതാണ് റോയിട്ടേഴ്സ്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജ് 12th പേജ് നാഷണൽ പേജിലേക്ക് പോകുമ്പോൾ 12th പേജിലെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ പറഞ്ഞിരിക്കുന്നു, ബോർഡർ ടെൻഷൻസ് വോണ്ട് ഡിലേ പോൾസ്. അതായത് ലോക്സഭാ ഇലക്ഷനെ ബാധിക്കില്ല ബോർഡറിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായിരിക്കുന്ന ടെൻഷൻസ് എന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആയ സുനിൽ അറോറ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഓർഡിനൻസ് പുതുതായിട്ടുണ്ട്. ആ ഓർഡിനൻസിന്റെ പേര് ഇങ്ങനെയാണ്, ജമ്മു ആൻഡ് കാശ്മീർ റിസർവേഷൻ ബ്രാക്കറ്റിലെ അമെൻമെന്റ് ഓർഡിനൻസ്. ജമ്മു ആൻഡ് കാശ്മീർ റിസർവേഷൻ ബ്രാക്കറ്റിലെ അമെൻമെന്റ് ഓർഡിനൻസ് ടു എക്സ്റ്റെൻഡ് റിസർവേഷൻ ഇൻ ജോബ്സ്, എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊമോഷൻസ് ടു പീപ്പിൾ ലിവിംഗ് അലോങ് ദി ഇന്റർനാഷണൽ ബോർഡർ ഇൻ ജമ്മു. ജമ്മുവില് ഇന്റർനാഷണൽ ബോർഡറിൽ, ഇന്ത്യയും പാകിസ്ഥാനുള്ള ബോർഡറിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ജോബില്, എഡ്യൂക്കേഷനില്, അതുപോലെ ജോബിലെ പ്രൊമോഷൻസില് ഒക്കെ റിസർവേഷൻ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓർഡിനൻസ് ആണ് കാശ്മീർ റിസർവേഷൻ ബ്രാക്കറ്റിൽ അമെൻമെന്റ് ഓർഡിനൻസ്. ഈ ഓർഡിനൻസ് അതുപോലെ തന്നെ വേറൊരു ഓർഡിനൻസും കൂടെ, കാശ്മീരികളായിട്ടുള്ള ആൾക്കാർക്ക്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 10% റിസർവേഷൻ ഗവൺമെന്റ് ജോബുകളിലും എഡ്യൂക്കേഷനിലും കൊടുക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ വന്നു കഴിഞ്ഞു. പക്ഷേ കാശ്മീർ വേണ്ടി സ്പെഷ്യൽ ആർട്ടിക്കിൾ ഇപ്പം അമെൻമെന്റ് ഓർഡിനൻസ് അവരെ ഇറക്കി. പിന്നീട് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഗവർണർ സത്യപാൽ മാലിക് ആണ്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഗവർണർ സത്യപാൽ മാലിക്. അത് കഴിഞ്ഞ് 13th പേജ് അഗെയിൻ നാഷണൽ പേജ് ആണ്. 13th പേജില് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ടു ശ്രീലങ്കയുടെ പേരുണ്ട്. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ടു ശ്രീലങ്കയാണ് തരൺജിത് സിംഗ് സന്ധു. TARANJIT തരൺജിത് സിംഗ് സന്ധു. തരൺജിത് സിംഗ് സന്ധു ആണ് ഇന്ത്യൻ ഹൈ കമ്മീഷണർ ടു ശ്രീലങ്ക. TARANJIT തരൺജിത് സിംഗ് സന്ധു. ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ വിജയ് ഗോഖലെ. ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ വിജയ് ഗോഖലെ ആണ്, അദ്ദേഹത്തിന്റെ പേരും ഉണ്ട്. ഇപ്പൊ ഇത്രയാണ് നാഷണൽ പേജുകളിലുള്ളത്.
പിന്നെ വന്ന് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ ദ അകാലി ഫാക്ടർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. അത് പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. അകാലി ദൾ എന്ന് പറയുന്ന ഒരു പാർട്ടി പഞ്ചാബിലെ പാർട്ടിയാണ്. ആൻഡ് ഇറ്റ്സ് an ally of BJP, ഭാരതീയ ജനതാ പാർട്ടി. അപ്പൊ ഇവര് തങ്ങളിൽ ഈ ലോക്സഭ ഇലക്ഷനിൽ ഒരുമിച്ച് മത്സരിക്കാൻ ഒരു സീറ്റ് ഷെയറിംഗ് എഗ്രിമെന്റ് ഉണ്ടായി. ആ സീറ്റ് ഷെയറിംഗ് എഗ്രിമെന്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അനാലിസിസ് ആണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. അത് പ്യൂർലി പൊളിറ്റിക്കലാണ്. സെക്കൻഡ് എന്ന് വെച്ചാൽ ഹനോയ് ഹിക്കപ്പ് എന്നുള്ള എഡിറ്റോറിയലാണ്. ഹാനോയി ഹിക്കപ്പ്. ആ ഹെഡിങ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഹാനോയിൽ എന്താണ് ഇപ്പൊ നടന്നത് എല്ലാവർക്കും അറിയാം. വിയറ്റ്നാമിന്റെ ക്യാപിറ്റലായ ഹാനോയിലാണ് ഡൊണാൾഡ് ട്രംപും നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ആണ് മീറ്റ് ചെയ്തത്. ആ മീറ്റിംഗിന്റെ എൻഡ് റിസൾട്ട് എന്തായിരുന്നു ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ദോസ് തിങ്സ് ആർ ബീങ് ഡിസ്കസ് ഇൻ ദ സെക്കൻഡ് എഡിറ്റോറിയൽ. അപ്പോ അത് രണ്ടും ആണ് ഇന്നത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജ് നേഷൻ പേജ് ആണ്, 9th പേജ്. അതിൽ ATF എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ATF എന്ന് പറഞ്ഞാൽ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ. ATF അല്ലെങ്കിൽ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ എന്താണെന്ന് ചോദിച്ചാൽ വിമാനങ്ങളിൽ എയറോപ്ലെയിൻസിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ആണ് ATF, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ. അതുപോലെ ആയുഷ്മാൻ ഭാരത് സ്കീമിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ ഫുൾ നെയിം AB-PMJ-AY എന്നാണ്. AB-PMJ-AY എന്ന് പറഞ്ഞാല് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആ സ്കീം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ BPL ഫാമിലീസിലുള്ള ആൾക്കാർക്ക് 5 ലക്ഷം രൂപ ഒരു വർഷം ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ്. ആൻഡ് ഇറ്റ്സ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഗവൺമെന്റ് എയ്ഡഡ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ ന്യൂസുകൾ. ഇനി നമുക്ക് ഒരു പത്രം പെൻഡിങ് ഉണ്ട്. ആ പെൻഡിങ് ന്യൂസ് പേപ്പറിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ISSFന്റെ എക്സ്പാൻഷൻ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ എന്നാണ്. ISSF ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ. IOA ഇന്റർനാഷണൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. IOA ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് നരീന്ദർ ബത്ര ആണ്. NARINDER നരീന്ദർ ബത്ര ആണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്. അതുപോലെ IOC ഉണ്ട്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOCയുടെ പ്രസിഡന്റ് തോമസ് ബാച്ച് ആണ്. തോമസ് ബാച്ച്, BACH. IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലുസൈൻ ആണ്. സ്വിറ്റ്സർലൻഡിലെ ലുസൈൻ. LAUSANNE ലുസൈൻ സ്വിറ്റ്സർലൻഡിലാണ്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ആന്റി ടെറർ ഫിനാൻസിംഗ് ബോഡിയാണ്, അല്ലെങ്കിൽ ഗ്ലോബൽ വാച്ച് ഡോഗ് അഗെയിൻസ്റ്റ് ടെറർ ഫിനാൻസിംഗ്. ആൻഡ് ഇറ്റ്സ് എ UN അസോസിയേറ്റ്, യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു അസോസിയേറ്റ് ആണ്. വീഡിയോകോണിന്റെ ചെയർമാൻ ആണ് വേണുഗോപാൽ ദൂത്. വേണുഗോപാൽ ദൂത് വീഡിയോകോണിന്റെ ചെയർമാൻ. പിന്നീട് ചൈനയില് ഒരു നിയമം പുതുതായിട്ട് വന്നു. ഡോണ്ട് ആസ്ക് വിമൻ അബൌട്ട് ദ മാരേജ് ചൈൽഡ് സ്റ്റാറ്റസ് ചൈന ടെൽസ് എംപ്ലോയേഴ്സ്. അതായത് ഒരു ചൈന എന്ന് പറഞ്ഞ കൺട്രി അവിടുത്തെ എംപ്ലോയേഴ്സിന് ഇപ്പൊ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അഡ്വൈസ് കൊടുക്കുന്ന ഒരു നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. അവരുടെ വിമൻ എംപ്ലോയീസിനോട് അവരുടെ ചൈൽഡ് സ്റ്റാറ്റസ്, മാരേജ് ഇതിനെ കുറിച്ചൊന്നും ഉള്ള ഡേറ്റാസ് ആവശ്യപ്പെടുന്നതാണ്. ദ ചൈനീസ് ഗവൺമെന്റ് വിച്ച് ഹാസ് സ്ട്രഗിൾഡ് ടു കീപ് വിമൻ ഫ്രം ലീവിംഗ് ദ ലേബർ ഫോഴ്സ് ഈസ് ടേക്കിംഗ് ന്യൂ സ്റ്റെപ്സ് ടു കോംബാറ്റ് സെക്സ് ഡിസ്ക്രിമിനേഷൻ ഇൻ ദ വർക്ക് പ്ലേസ്, ഇൻക്ലൂഡിംഗ് പ്രൊഹിബിറ്റിംഗ് എംപ്ലോയേഴ്സ് ഫ്രം ആസ്കിംഗ് ആപ്ലിക്കൻസ് അബൌട്ട് ദെയർ മാരിറ്റൽ ഓർ ചൈൽഡ് ബെയറിംഗ് സ്റ്റാറ്റസ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാറില്ല എക്സാമിന് ഇത് ഏത് രാജ്യമാണ് ഇങ്ങനെ ചെയ്തതെന്ന്. എംപ്ലോയേഴ്സിന്റെ അടുത്ത് ഇൻസ്ട്രക്ട് ചെയ്യുന്നു അവരുടെ ചൈൽഡ് ബെയറിംഗ് സ്റ്റാറ്റസിനെ കുറിച്ചോ മാരേജ് സ്റ്റാറ്റസിനെ കുറിച്ചോ ഒന്നും പിന്നീട് ചോദിക്കാൻ പാടില്ല. ചൈനയാണ്. ഇന്ത്യയുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ പ്രജ്നേഷ് ഗുണേശ്വരൻ. ഇന്ത്യയുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആണ് പ്രജ്നേഷ് ഗുണേശ്വരൻ. GUNNESWARAN. പിന്നീട് ഇന്ത്യയുടെ ഒരു ഫേമസ് ഷൂട്ടറാണ്, ഞാൻ ഇന്നലെയും പറഞ്ഞാണ്, മനു ബാക്കർ. MANU മനു ബാക്കർ. BHAKER മനു ബാക്കർ. നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ NRAI. നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഗെയിം, ഇന്ത്യ ഒരു ഐറ്റം, സ്പോർട്സ് ഐറ്റം. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽസ് ഒക്കെ പല ഇന്റർനാഷണൽ ഇവന്റ്സിൽ നേടിക്കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഒളിമ്പിക്സിൽ പോലും ഇന്ത്യക്ക് പലതവണ ഷൂട്ടിംഗിൽ മെഡൽ കിട്ടുന്നുണ്ട്.
അപ്പൊ ഇന്ത്യയുടെ ഷൂട്ടിംഗ് സ്പോർട്സിനെ കൺട്രോൾ ചെയ്യുന്ന NRAI ആണ്, നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അതിന്റെ പ്രസിഡന്റ് ആണ് രനീന്ദർ സിംഗ്, RANINDER, രനീന്ദർ സിംഗ്. അത് കഴിഞ്ഞ് IBA എന്ന് പറഞ്ഞാല് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ എന്നാണ്. IBA ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. IBAയുടെ ചെയർമാനാണ് സുനിൽ മേത്ത. IBA ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ, IBA വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോഡിയാണ്. IBA ബാങ്കുകളെ സംബന്ധിച്ച് IBAയുടെ ചെയർമാൻ സുനിൽ മേത്ത ആണ്. സുനിൽ മേത്ത പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറായ സുനിൽ മേത്തയാണ് IBAയുടെ പ്രസിഡന്റ്. FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ ആണ് FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചൽ ടാക്സ് സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് മുകളിൽ ചുമത്തുന്ന ഒരു ടാക്സ് ആണ്. 10 വർഷത്തിൽ താഴെ ഏജ് ആയിട്ടുള്ള 100 കോടിയിൽ താഴെ ടേൺ ഓവറുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റിന് തൊട്ട് ഏഞ്ചൽ ടാക്സ് ഇല്ലെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചത് ഞാൻ പറഞ്ഞതാണ്. FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, ഷെയർ മാർക്കറ്റിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെയാണ് FPI എന്നറിയപ്പെടുന്ന ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. പിന്നീട് സുസ്ലോൺ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. SUZLON. സുസ്ലോൺ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു വിൻഡ് ടർബൈൻ മാനുഫാക്ചറർ ആണ്. വിൻഡിൽ നിന്ന് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വിൻഡ് ടർബൈൻസ് യൂസ് ചെയ്യുന്ന. വിൻഡ് ടർബൈൻ മാനുഫാക്ചറേഴ്സിന്റെ കൂടെ ഇന്ത്യയിലെ നമ്പർ 1 ആണ് സുസ്ലോൺ, SUZLON. സുസ്ലോണിന്റെ ഫൗണ്ടർ തുളസി തണ്ടി ആണ്. തുളസി തണ്ടി, TANTI. DNS, ഡൊമൈൻ നെയിം സെർവർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് DNS എന്ന് പറയുന്നത്, ഡൊമൈൻസ് നെയിം സെർവർ. അതില് ഞാനിപ്പോ ഇത് പറയാൻ കാരണം, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽ സൂൺ റോൾ ഔട്ട് എ പബ്ലിക് ഡൊമൈൻ നെയിം സെർവർ ഓർ DNS ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് മാത്രമായിട്ട് DNS, ഡൊമൈൻ നെയിം സെർവർ, ഇന്ത്യ ഗവൺമെന്റ് റോൾ ഔട്ട് ചെയ്യാൻ പോയാണ്. എയിംഡ് അറ്റ് പ്രൊവൈഡിംഗ് എ ഫാസ്റ്റർ ആൻഡ് മോർ സെക്യൂർ ബ്രൗസിംഗ് എക്സ്പീരിയൻസ് ഫോർ ഇന്റർനെറ്റ് യൂസേഴ്സ് ഇൻ ദ കൺട്രി. ഇന്ത്യയിലെ ഇന്റർനെറ്റ് യൂസേഴ്സിന് കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള, ഫാസ്റ്റർ ആയിട്ടുള്ള ബ്രൗസിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുണ്ട് ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു DNS സെർവർ ഗവൺമെന്റ് പിന്നീട് പ്രൊവൈഡ് ചെയ്യാൻ പോകണമെന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതായത് നമ്മൾ ഇന്റർനാഷണൽ പേജ് 14th പേജിലേക്ക് പോകുമ്പോൾ ആങ് സാൻ സൂക്കിയുടെ ഫോട്ടോ ഉണ്ട്. ആങ് സാൻ സൂക്കി, AUNG, ആങ് സാൻ, SAN, സാൻ, സു, SW, സു, KY, I, ആങ് സാൻ സൂക്കി, മ്യാൻമറിന്റെ സ്റ്റേറ്റ് കൗൺസിലർ. മ്യാൻമർ എന്നുള്ള രാജ്യത്തിന്റെ സ്റ്റേറ്റ് കൗൺസിലർ ആണ് ആങ് സാൻ സൂക്കി. അതുപോലെ അതിനടുത്ത പേജ് 12th പേജിലേക്ക് പോകുമ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇൻഡസ് വാട്ടർ ട്രീറ്റി is a river water sharing agreement between India and Pakistan and it was brokered by World Bank. വേൾഡ് ബാങ്ക് ആണ് ബ്രോക്കർ ചെയ്തത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയില്. അത് 6 നദികളിലെ 6 റിവേഴ്സിലെ വാട്ടർ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻഡസ്, ജലം, ചെനാബ്, രവി, ബിയാസ് ആൻഡ് സത്ലജ്. ഇൻഡസ്, ജലം, ചിനാബ്, രവി, ബിയാസ് ആൻഡ് സത്ലജ്, ഈ 6 നദികളിലെ വെള്ളം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പാകിസ്ഥാൻ പിന്നെ ഇന്ത്യക്ക് രവി, സത്ലജ് ആൻഡ് ബിയാസ്, ഈ 3 നദികളുടെയാണ് ഇന്ത്യക്ക് പിന്നീട് കൺട്രോൾ ഉള്ളത്. ബാക്കി 3 നദികളുടെ പാകിസ്ഥാനാണ് കൺട്രോൾ. പിന്നീട് മോഡിക്ക് ഇന്റർനാഷണൽ ഒരു പ്രൈസായ സിയോൾ പീസ് പ്രൈസ് കിട്ടുന്ന ഒരു ഫോട്ടോ ഇതിൽ കൊടുക്കുന്നുണ്ട്. സിയോൾ പീസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് സൗത്ത് കൊറിയയിൽ നിന്ന് കൊടുത്തൊരു അവാർഡാണ്. അദ്ദേഹം ആ അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി സൗത്ത് കൊറിയയിൽ പോയിരുന്നു. ഏകദേശം 1.42 crores ഓഫ് ഇന്ത്യൻ റുപ്പീസ് ആണ് അവാർഡ് തുക. അത് അദ്ദേഹം നമാമി ഗംഗ പ്രോജക്ടിന് ഹാൻഡ് ഓവർ ചെയ്തു. അത് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന് കിട്ടിയ സിയോൾ പീസ് പ്രൈസില് പ്രൈസ് മണി ആയിരുന്ന 1.42 crores ഓഫ് ഇന്ത്യൻ റുപ്പീസ് ഹി donated to Namami Ganga project. Namami Ganga project is aiming to purify our national river Ganga. അപ്പൊ അതാണ് മറ്റൊരു ന്യൂസ്. പിന്നെ ഇന്ത്യ RN രവിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. RN രവി എന്ന് പറഞ്ഞ നാഗ തീവ്രവാദികളുമായിട്ട് ഇന്ത്യയുടെ പീസ് ടോക്ക് നടത്തുന്ന ഇന്റർലോക്യൂട്ടർ ആണ്. ഇന്ത്യയുടെ നാഗ തീവ്രവാദികളായിട്ടുള്ള പിന്നെ പീസ് ടോക്സ് ഇന്ത്യ ഗവൺമെന്റ് വേണ്ടി നടത്തുന്ന ഇന്റർലോക്യൂട്ടർ ആണ് RN രവി. പിന്നെ മുദ്ര പ്രോജക്ടിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. പ്രധാനമന്ത്രി മുദ്ര യോജന 10 ലക്ഷം രൂപ വരെ ഇന്ത്യയിലുള്ള ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക്
സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി 10 lakhs rupees വരെ ലോൺ കൊടുക്കുന്ന സിസ്റ്റമാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. മുദ്ര എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി എന്നാണ്. മുദ്രയുടെ എക്സ്പാൻഷൻ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി. ഈ മുദ്ര എന്ന് പറഞ്ഞ സംഭവം സിഡ്ബിയുടെ ഒരു അസോസിയേറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു അസോസിയേറ്റ് ആയിട്ടാണ് മുദ്ര പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലാണ്, എന്നാലും വീണ്ടും പറയുന്നതാണ്. പിന്നീട് അത് കഴിഞ്ഞ് നമ്മള് റഷ്യയുടെ കയ്യിൽ നിന്ന് ഒരു അസാൾട്ട് റൈഫിൾ വാങ്ങാൻ പോകുന്ന ഒരു ന്യൂസ് ഉണ്ട്. AK-103 AK-47 റഷ്യയുടേതാണ്. AK-103 നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇനി പുതുതായിട്ട് വാങ്ങാൻ പോകുന്ന അസാൾട്ട് റൈഫിൾ ആണ് AK-103. AK-47 റഷ്യയുടേതാണ്. പിന്നീട് ഗ്രിപ്പൻ എന്ന് പറയുന്നൊരു ഫൈറ്റർ ജെറ്റ് ഉണ്ട്. GRIPN ഗ്രിപ്പൻ ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത് സ്വീഡന്റെ ഫൈറ്റർ ജെറ്റ് ആണ് ഗ്രിപ്പൻ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി, വേൾഡിലെ ഏറ്റവും ടോളസ്റ്റ് സ്റ്റാച്യു സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇത്രയാണ് ഈ 2 ദിവസത്തെ പത്രത്തിൽ ഉള്ള ന്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്.